ഗൈസ് നമ്മളെ ഫിഷിന് വേണ്ടി ആർട്ടീമിയ ഹാച്ച് ചെയ്തതാണ് കേട്ടോ സംഭവം. ഇത് കണ്ടില്ലേ, സൂക്ഷിച്ച് നോക്കിയാൽ അതിൽ കുഞ്ഞു കുഞ്ഞു ജീവികളിങ്ങനെ ജീവനോടെ തുള്ളുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫിഷിന് അത് കൊടുക്കണം. അതിന് മുമ്പ് ഇതിന് നമുക്ക് ആർട്ടീമിയെ വേർതിരിച്ചെടുക്കണം. അതിൻ്റെ ഷെല്ലാണ് കേട്ടോ ഈ മുകളിൽ കാണുന്നതൊക്കെ നമ്മൾ ആർട്ടീമിയുടെ ഷെല്ലാണ്. അപ്പോൾ നമുക്ക് ട്യൂബ് ഇട്ടതിന് ശേഷം പതുക്കെ ഇതിനൊന്ന് അരിച്ചെടുക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ അരിച്ചെടുത്തപ്പോഴേ ഇത്രയും ആർട്ടീമിയ കിട്ടിയിട്ടുണ്ട്. അത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് അതിലുള്ളത്. ഇതാണ് നമ്മളിനി നമ്മുടെ ഫിഷിന് തീറ്റയായിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇപ്പം സോഡാപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് ഇതിന് ഒരു ഉപ്പിൻ്റെ ഇതുണ്ടാവാനാണ് സാധ്യത. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫിഷുകൾക്ക് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആർട്ടീമിയ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിനൊന്ന് അരിപ്പയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കാണില്ലേ, കുഞ്ഞു കുഞ്ഞു ജീവികളാണ്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയില്ല. അപ്പോൾ ഇനി അടുത്ത തവണ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം. എന്തായാലും ഇത്രത്തോളം സക്സസ് ആയില്ലേ. അപ്പോൾ നമുക്കിത് നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ ഗൈസ് ഇതാ നമ്മളുടെ ബെറ്റ കുഞ്ഞുങ്ങളെ കാണുന്നില്ല. ഇതാ ടാങ്കിനകത്ത് ഇങ്ങനെ നീന്തി നീന്തി കളിക്കുന്ന ബെറ്റ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ. അപ്പോൾ അവർക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആർട്ടീമിയ ഹാച്ച് ചെയ്തെടുത്താണ്. അതിൽ കാണില്ലേ പൊടി പോലെ കണ്ടോ, അനങ്ങുന്ന കണ്ടില്ല. ഇതാണ് നമ്മളിനി നമ്മളുടെ ബെറ്റ ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് പതുക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ആർട്ടീമിയ നമ്മുടെ ടാങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതിൽ തന്നെ ധാരാളം കുഞ്ഞു കുഞ്ഞു ജീവികളുണ്ട് കണ്ടില്ലേ. അത് നമ്മളുടെ ബെറ്റ കുഞ്ഞുങ്ങൾക്ക് തീറ്റയായി മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആർട്ടീമിയ ഹാച്ച് ചെയ്ത് സക്സസ് ആയിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് വേണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.